സമൂഹ മാധ്യമത്തിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് ധീരജ് കൊലക്കേസ് പ്രതി നിഖിൽ പൈലി ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പൈനാവ് ഡിവിഷനിൽ വേണ്ടിവന്നാൽ മത്സരിക്കുമെന്നാണ് പ്രഖ്യാപനം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോയ് വർഗീസിനെ പരിഗണിക്കുന്നതിലാണ് പ്രതിഷേധം. രാഹുൽ വിജയ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എന്താണ് നിഖിൽ വ്യക്തമാക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയായിട്ടില്ല. തെരഞ്ഞെടുപ്പ് എടുക്കാറായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയായിട്ടില്ല. പല സ്ഥാനാർത്ഥികൾക്കും പല ആളുകൾക്കും മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ പൈനാവ് ഡിവിഷനിൽ മത്സരിക്കാൻ ജോയി എന്ന് പറയുന്ന മുൻ വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റാണ്, അതുപോലെ തന്നെ AP ഉസ്മാൻ, ഇവരൊക്കെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നു. അത് മാത്രമല്ല, മുൻപ് പലതവണ തോറ്റിട്ടുള്ള ആളുകളെ യാതൊരു മാനദണ്ഡവും നോക്കാതെ തോൽവി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ധീരജ് വധക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലി ഈ തെരഞ്ഞെടുപ്പിൽ പൈനാവ് ഡിവിഷനിൽ മത്സരിക്കുമെന്നുള്ള ഭീഷണി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ സംഭവം വലിയ വിവാദമായതോടെ, വാർത്തയായതോടുകൂടി ഫേസ്ബുക്കിൽ നിന്ന് ഈ പോസ്റ്റ് നിഖിൽ പൈലി എന്തായാലും പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും നിഖിൽ പൈലിക്ക് അത്തരത്തിലൊരു ധൈര്യം ഉണ്ടായിരിക്കുന്നു. അതായത് ഒരു നേരത്തെ തന്നെയാണെങ്കിലും ഈ നിഖിൽ പൈലി ധീരജ് വധക്കേസിലെ പ്രതിയായതിന് പിന്നാലെ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരന്റെ അടക്കം വലിയ പിന്തുണ ഈ നിഖിൽ പൈലിക്ക് ലഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകാനും അത്തരം ഒരു പിന്തുണയുടെ ഭാഗമായിട്ടാണോ എന്നടക്കമുള്ള സംശയങ്ങൾ ചില നേതാക്കളെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ പോസ്റ്റ് ഇപ്പോൾ എന്തായാലും പിൻവലിച്ചിട്ടുണ്ട്. ഈ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ. അതിന് എപ്പോഴുണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇനി സംശയത്തോടുകൂടി ആളുകൾ നോക്കുകയും ചെയ്യുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.